മതിയടാ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആലപ്പുഴയിലേക്കുള്ള ഞങ്ങളുടെ ഫാമിലി ടൂറിലെ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതേപോലെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോഴാണ് എൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് ആലപ്പുഴയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ 49 സീറ്റിൻ്റെ ബസ്സായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബസ് അന്ന് വന്നില്ല. പകരം ഞങ്ങൾക്ക് 38 സീറ്റുള്ള ബസ്സാണ് അവർ അറേഞ്ച് ചെയ്തത്. അപ്പോൾ കുറച്ച് സീറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ 49 സീറ്റ് ബുക്ക് ചെയ്തത് ഞങ്ങൾ കുട്ടികളടക്കം 44 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിശാലമായിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് 49 സീറ്റുകൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് 38 സീറ്റും. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. രാത്രി വെളുക്കാൻ നേരത്തെ ഞങ്ങൾ 1:30 ഇറങ്ങി. ഞങ്ങൾ രാത്രി 12 മണിക്ക് പോകണം കരുതി. പക്ഷേ 1:30 മണിയോളമായി ബസ് വന്നപ്പം ബസ് അരീക്കോടുന്നാണ് വന്നത്. ബസ് മിസ്സായത് കാരണം പിന്നെ രണ്ടാമത് ബസ് കിട്ടിയപ്പോൾ കുറേ ടൈമായി. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ബസ്സിലൊക്കെ ട്രിപ്പ് പോകുന്നത്. നേരെ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിരുന്നു, അങ്ങോട്ടാണ് പോയത്. രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ എൻ്റെ കൂട്ടുകാരനുണ്ട് ആലപ്പുഴയിലുള്ള, അവൻ സെറ്റ് ചെയ്ത് തന്നു. അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഹൗസ് ബോട്ടിൽ നിന്ന് കഴിക്കാൻ എഴുതിയിട്ട് ഞങ്ങൾ പാർസലായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് വേറെ റൂമൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളെ ഈ ഹൗസ് ബോട്ടിൽ തന്നെയാണ് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് കയറാൻ നിന്ന പ്ലാന് ഇവിടെ ആലപ്പുഴയിൽ ഇറങ്ങണം. പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ 8:30-9 മണിയായി ഇവിടെ എത്തിയപ്പം. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. റൂമൊക്കെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. 2 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് ഉള്ളത്. ഞങ്ങൾക്ക് ഉച്ചക്ക് 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അവർക്ക് വേറെ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വെള്ളപ്പം നൂൽപുട്ടൊക്കെ ആയിരുന്നു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് എടുത്തത്. കൂട്ടുകാരനോടെ നൂൽപുട്ട് വെള്ളപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കമ്പനിയാണ് ആലപ്പുഴയിൽ. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് പാർസൽ മേടിച്ചാൽ ചെയ്ത് കറിയും അതേപോലെ ചായയും ഞങ്ങൾ ഇവിടുന്ന് സെറ്റാക്കി കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. കായലിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി. ബോട്ട് എടുത്തിരുന്നു. കുറച്ച് ബോട്ടുകൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ചില മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഞങ്ങൾ ഓപ്പോസിറ്റ്, അതേപോലെ ഞങ്ങൾ ഒപ്പം പോകുന്നുണ്ട്. കുറേ ചേച്ചിമാർ സൈഡിൽ ചൂണ്ടയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ ആൾക്കാർ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിരുന്നു. കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈമാണ്. അവർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. അപ്പം അവിടുത്തെ ഉച്ചയ്ക്ക് വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിയലും കരിമീനും സെറ്റൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവരൊന്ന് നല്ല ഫ്രഷ് മീനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. അപ്പം ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയാക്കി പോകുന്നവർക്ക് പറ്റിയൊരു സർവീസാണ് കേട്ടോ ഈ ബോട്ട്. നല്ല പെരുമാറ്റമായിരുന്നു. ഇത് വലക്ക് പിടിക്കണം. നമ്മള് നമ്മുടെ ഉടക്കോലയില്ലേ കായലിൽ നിന്ന് പിന്നെ വീശി പിടിക്കുന്നതുകൊണ്ട് അടുത്ത ഗസ്റ്റ് ഈ കായലുണ്ടാവോ? ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ? ആ, ഇഷ്ടം പോലെ. ഇതുകൊണ്ട് കൊഞ്ചുണ്ട്. അടുത്ത ട്രിപ്പ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ശരിയാ. അങ്ങനെ ഞങ്ങൾ പുന്നമടക്കായലിലൂടെ ഹൗസ് ബോട്ടിൽ പോവുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഡബിൾ ടക്കറും സിംഗിൾ ടക്കറൊക്കെ ആയിട്ട് കുറേ ബോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. ഇതിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ് കുഞ്ഞു കുഞ്ഞു വള്ളത്തിലായിട്ട് കുറേ ആൾക്കാർ പല കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇതിൽ കൂടെ പോകണ കാണാൻ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്, കുറേ സ്ത്രീകൾ ചൂണ്ട ഇടുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഈ ഏരിയയിൽ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ മീൻ പിടിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഞങ്ങൾ ബസ് പോയത് കാരണം, ബസ് മിസ്സായത് കാരണം എല്ലാ പ്ലാനിങ്ങും ഞങ്ങൾക്ക് കോളായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളെ ഹൗസ് ബോട്ടിന് ചുറ്റും 2 സ്പീഡ് ബോട്ടുകൾ വന്നിട്ടോ. അപ്പോൾ ആദ്യം എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. അവർ 2 റൗണ്ട് നമ്മളെ ഹൗസ് ബോട്ടിന് ചുറ്റി അടിച്ചു. പിന്നുണ്ട് നമ്മളെ ഹൗസ് ബോട്ടിൻ്റെ സൈഡിൽ വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇവർ നമ്മളെ ഹൗസ് ബോട്ടിലുള്ള ആളെയും കൊണ്ട് ഈ കായലിൽ കൂടെ സ്പീഡ് ബോട്ട് സഫാരി നടത്തുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറണം വേണ്ടെന്നിങ്ങനെ മടിച്ചു നിന്നു. ഇതുണ്ടോ ഈ ബോട്ട് വന്നിട്ട് നമ്മളെ ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് വന്നിട്ട് നമ്മളെ ബോട്ടുമേ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലൂണ് പോലെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടൻ എന്ത് കാണിച്ചു വെച്ചാൽ അയാളെ ബോട്ട് ഓഫ് ആക്കിയിട്ട്
നമ്മളെ ബോട്ടുമ്മ കെട്ടി കയറുണ്ട്. ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങൾ ആദ്യം ഞാനും കുട്ടികളൊക്കെ ഒന്ന് കയറി. ഫസ്റ്റ് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ഭയങ്കര വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആ ആലപ്പുഴ ട്രിപ്പിൽ ഞങ്ങൾക്ക് മുതലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. 300 രൂപ പോയാലും ലൈഫിൽ ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയാണ് എടുത്തത്. കാരണം കൊടും കായലിലൂടെ അത് ഭയങ്കര സ്പീഡിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര സ്പീഡിൽ അതൊക്കെ പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ടേണിങ് ഉണ്ട് ബോട്ടിൽ. ആ ടേൺ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളുടെ കിളി പറിപ്പോവും. അത്ര ടേണിങ് ആണ്. നമ്മൾ നല്ലപോലെ പേടിക്കും. അതായത് ഈ ഓളം തള്ളുമ്പോൾ ബോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി അടിക്കും. അതൊക്കെ ബോട്ടിൻ്റെ അടിയിലിട്ടുണ്ട് അടിക്കുകയാണ്. എന്താ ഇതിൻ്റെ രസം. അത് ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോകാനാണ്. നമ്മൾ വീഡിയോയിൽ കാണല്ലോ ബോട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നുണ്ട്. ആ പൊങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ ഓളത്തിൻ്റെ ആ ഓളം വന്ന് അടിക്കുമ്പോൾ അതിന് പൊങ്ങാണ്. ബോട്ട് ആണ് പൊങ്ങിപ്പോയി. നമുക്ക് മറിയാമെന്നുള്ളൊക്കെ പേടിയുണ്ടാവും. പക്ഷെ ഭയങ്കര സ്പീഡാട്ടോ. പെട്രോൾ ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്ര സ്പീഡിൽ പോകുന്നത്. എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ആ ട്രിപ്പിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നിയത് ഈ ഒരു റൈഡാണ്. കാരണം നിങ്ങൾക്കറിയാം ഞാൻ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ ബൈക്ക് പോണ സ്പീഡും അതിൻ്റെ കാര്യങ്ങളൊന്നും അതിലേറെ കണ്ടു. ഈ ബോട്ട് അത് ചെരിയുന്ന കണ്ടോ നിങ്ങൾ? അത് നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ കാണുന്നതിനൊരു പരിധി ഉണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയല്ല. നമ്മൾ ശരിക്കും കായലിൻ്റെ നടുക്കോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഇയാൾ ഈ കാണിക്കുന്നതൊക്കെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ശരിക്കും നല്ലപോലെ പേടിച്ചു. പക്ഷെ കുട്ടികൾക്കൊക്കെ സ്പീഡ് പോരാന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഡ്രൈവറോട് പറഞ്ഞതാണ് സ്പീഡ് കുറക്കാൻ. കാരണം ഓവർ സ്പീഡിൽ പോയി വെള്ളം അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാവില്ല എഴുതിയിട്ട് സ്പീഡ് കുറച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3-4 പേരാണ് ആദ്യം കയറിയത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ കയറാതെ മടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അവരോട് പലതവണ പറഞ്ഞു മടിച്ചിരിക്കേണ്ട, കയറി നോക്കുക. കാരണം ഇതൊക്കെ തന്നെ ലൈഫിൽ നമുക്ക് ബാലൻസ് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും പോയിക്കോന്നാണ്. കാരണം നമ്മളെല്ലാവരും പല യാത്രകളും പല പ്രശ്നങ്ങളും പല ആൾക്കാർ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ യാത്ര നാളെ പോകാം മറ്റന്നാൾ പോകാമെന്ന് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ പോലുണ്ടാവില്ല. നമുക്ക് യാത്ര പോവാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ യാത്ര പോകണം. ലൈഫിൽ മാറ്റി വെക്കാൻ പാടില്ല. കാരണം നമ്മളുടെ മനസ്സും ശരീരം ഒക്കെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നല്ല നല്ല യാത്രകൾ. ഒരുപാട് കാഴ്ചകൾ കാണുകയും അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെ തന്നെ വേറെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട്. യൂട്യൂബിലിട്ടിട്ട് എനിക്ക് കുറേ വരുമാനം കിട്ടാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ യാത്രകൾ വരും കാലങ്ങളിൽ നമ്മൾ എടുത്ത് കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലാകുമ്പോൾ നമ്മൾ ഓൺലൈനിലിരുന്ന് നമ്മളിന്ന് ഡാറ്റ പോവില്ല. നമ്മൾ നെറ്റിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ നാളെ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ യാത്രകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മളെ ലൈഫ്, നമ്മളീ മൊമെൻറ്റ്സ്, നമ്മളീ പോയ ഈ സന്തോഷങ്ങളൊക്കെ. അപ്പം അതാണ് ഏറ്റവും വലിയ നമുക്കൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാര്യമാണ് ഈ യാത്രയിലെ സന്തോഷങ്ങളെല്ലാം. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ നിങ്ങളെല്ലാം യാത്ര ബ്ലോഗുകളെല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോഴാണ് എൻ്റെ ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാണിച്ചത് കണ്ടപ്പം ബാക്കിയുള്ള എല്ലാവരും കയറി. ബാക്കി എല്ലാവരും ഓരോ റൗണ്ട് പോയി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കണ്ടില്ലേ ബോട്ടിട്ട് കറക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുന്നത് അമേസിങ് ആയിട്ടുള്ള മൊമെൻ്റ് തന്നെയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ബോട്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് തെന്നി പറക്കുകയാണ് വണ്ടി. അങ്ങനെ ബോട്ട് സഫാരിയൊക്കെ എല്ലാവരും ഏഴാളാണ് ഒരു ട്രിപ്പിൽ പോകാൻ പറ്റുക. അങ്ങനെ മാക്സിമം എല്ലാവരും പോയി. അതിനുശേഷം ഞാൻ ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല കാഴ്ച തന്നെ കേട്ടോ കാണാൻ. കാരണം കായലിൻ്റെ നടുക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. കാരണം ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുളിർമയുള്ള കാറ്റാണ് കേട്ടോ. ആ കാറ്റ് ഞങ്ങളിപ്പോൾ ഉച്ച സമയം ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ട്. പക്ഷെ ആ സമയമാണെങ്കിൽ പോലും നല്ല വെയിലായിരുന്നു. പക്ഷെ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റായിരുന്നു. അങ്ങനെ ബോട്ടിൽ വീണ്ടും ഞങ്ങളെ കൂടെ വന്ന എല്ലാവരും കൂടി അവർക്കും പോകണം പറഞ്ഞാൽ അവരും പോകട്ടോ. കാരണം ഇത് ഞങ്ങളൊക്കെ പോയി വന്നപ്പോൾ ഇതിൻ്റെ രസം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ത്രില്ലിങ് മൊമെൻറ്റ്സ് ആയി. അപ്പം ലൈഫിൽ ഇനി ഈ ഹൗസ് ബോട്ടിൽ കയറാനും ഈ സ്പീഡ് ബോട്ടിൽ കയറാനും വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വരെ വരല് നടക്കില്ല പറഞ്ഞപ്പോൾ എല്ലാവരും കയറി. ഞങ്ങൾ കൂടെ വന്ന എല്ലാവരും കയറി. അവർക്കൊക്കെ ഈ ബോട്ടിൽ പോയതിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ആ പോയ പൈസക്ക് നമുക്ക് ലാഭമായ ഒരു കാര്യം ഈ സ്പീഡ് ബോട്ടിൽ പോയതാന്ന് പറഞ്ഞത്. കാരണം
അത്രയും നല്ല മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ അതുമല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല റൈഡായിരുന്നു. കുട്ടികളും വലിയവരും എല്ലാവരും പോയി, അടിപൊളി തന്നെയായിരുന്നു. അപ്പം നിങ്ങളും ഈ ആലപ്പുഴ ഭാഗത്ത് കൂടെ ഒക്കെ ഹൗസ് ബോട്ട് എടുത്ത് പോകുമ്പോൾ ഹൗസ് ബോട്ടിൽ മാത്രം കറങ്ങാതെ ഈ സ്പീഡ് ബോട്ട് വരും, സ്പീഡ് ബോട്ട് വരുന്നതിലൊന്ന് കയറി ഒന്ന് കറങ്ങി നോക്കുക. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അടിപൊളി തന്നെ ആയിരിക്കും. കുട്ടികളും ചെറിയ കുട്ടികളെ മാത്രം കൊണ്ടില്ല, ബാക്കിയുള്ള എല്ലാവരും പോയി. റിച്ചു 2 തവണ പോയിട്ടോ. ഇബ്രു പോയില്ല, ഇബ്രുവിന് പേടിയായിരുന്നു. അപ്പം ഞാൻ പേടിയുള്ളത് കാരണം ഞാൻ അവനോട് പോകണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പേടി കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ഇവര് നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് പോവുകയും ചെയ്യും, പിന്നെ കുറച്ച് ദൂരത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും പേടിക്കും. അവന് ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനെ കയറ്റിയില്ല. പക്ഷെ അവനെ പോയി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു എനിക്ക് പോകണം എന്നാണ് കുറേ എന്നോട് വാശി പിടിച്ചത്. അപ്പോൾ അവന് പോകണ്ടെന്നാണ്. കാരണം എന്തായാലും അവനെ പോകാൻ പേടി തന്നെ ആയിരിക്കും. ഞാൻ കയറ്റിയില്ല അവനെ. അങ്ങനെ ഹൗസ് ബോട്ടിൽ എല്ലാവരും കറങ്ങി. കാരണം നമ്മളെ ഹൗസ് ബോട്ട് സെൻട്രലിൽ നിർത്തിയിട്ടില്ല, അത് കറന്ന് അടിക്കരുത്. കാരണം നമ്മളെല്ലാവരും റൈഡ് കഴിഞ്ഞിട്ടും ഹൗസ് ബോട്ട് എടുക്കാന്ന് എഴുതിയിട്ട് പുള്ളിക്കാരൻ അവിടെ ഇട്ടു. എന്നിട്ട് പുന്നമടക്കായൽ കൂടെ ജസ്റ്റ് ഒരു റൗണ്ട് ട്രിപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ. പുള്ളി നല്ലൊരു ഡ്രൈവറായിരുന്നു, സ്രാങ്ക് അടിപൊളിയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ എല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി നമ്മളെ ബസ് അവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്, അവിടേക്ക് നടന്നു പോകണം. എന്നിട്ട് നടന്നു പോയതിന് ശേഷം അവിടുന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊരു 1 മണി 1:30 ആകുമ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങി എത്തണം എന്നുള്ള പ്ലാനാണ്. കുമ്പളങ്ങി വഴി മറൈൻ ഡ്രൈവ്, ആദ്യം കുമ്പളങ്ങി പോവുക, അതിനുശേഷം ഫോർട്ട് കൊച്ചി, അവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ മെട്രോ കയറിയിട്ട് ലുലുവിൽ കയറിയിട്ട് ലുലുവിൻ്റെ അവിടുന്ന് തിരിച്ച് ബസ് കയറിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങളെ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിവിടെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഹൗസ് ബോട്ട് അടിപൊളിയായിരുന്നു. ഹൗസ് ബോട്ടിൻ്റെ ചേട്ടനെ കണ്ടു, പുള്ളീനെ പരിചയപ്പെട്ടു, പുള്ളീൻ്റെ നമ്പറൊക്കെ വാങ്ങി ഞാൻ. പുള്ളി ഇനി വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്ത് തന്നെയാലും പോയ ആ ഒരു റൈഡ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത റൈഡ് തന്നെ ആയിട്ടോ. കാരണം കുടുംബത്തോടൊപ്പം എല്ലാവരും ആസ്വദിച്ച് ഉല്ലസിച്ച് ഒരു യാത്ര, അത് ഒരിക്കലും നമുക്ക് ആ കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഇനി തിരിച്ചു കിട്ടില്ല. കാരണം അത്രയും നല്ലൊരു റൈഡ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്നു. നമ്മളെ ബസ് നിർത്തിയിട്ട് ഇവിടുന്ന് ഒരു 150 മീറ്റർ പോകണം കേട്ടോ. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മളെ ബസ്. ചെറിയ ബസ് കേട്ടോ, അതുണ്ട്, അതൊക്കെ വലിയ ബസ്സുകളാണ്. നമ്മളെ ബസ് കുറച്ച് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടിയതാണ്. അപ്പോൾ പോണ സമയത്ത് ബസ്സിലുള്ള എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഭയങ്കര പാട്ടായിരുന്നു എല്ലാവരും. ഞങ്ങളെ ഫാമിലിയിൽ കുറേ പാട്ടുകാരുണ്ട്, അവരൊക്കെ ഇരുന്ന് പാടി. ഞാൻ മാത്രം പാടിയില്ല, ബാക്കിയെല്ലാവരും പാടി. ഞാൻ പാടിക്കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും പുറത്തേക്ക്. അത് അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ പാടിയില്ല. അങ്ങനെ ഞങ്ങളിപ്പം കുമ്പളങ്ങി എത്തിയിട്ട്, കുമ്പളങ്ങിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. റോഡിൻ്റെ 2 സൈഡിലും കായലാട്ടോ, നടുക്കൂടെ ഒരു പാലം പോലെ റോഡ്. കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ കുമ്പളങ്ങിയിലുള്ളത്. ഈ കായലും ഇങ്ങനെയുള്ള സംഭവം കാണുന്ന ഇഷ്ടമുള്ളവർക്ക് അത് രസം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് വലിയ രസമൊന്നുമില്ല. കാരണം കുറേ കണ്ടൽക്കാടുകളും കുറേ ചെമ്മീൻ കെട്ടും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കുമ്പളങ്ങിയിലുള്ളൂ. നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ കാണുന്ന ആ ഒരു സെറ്റപ്പിലല്ല സത്യത്തിൽ. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ നടുക്ക് ചെറിയൊരു ഹട്ട് പോലെ സംഭവം കണ്ടു. അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് ഉച്ചഭക്ഷണം അവിടെ നിന്ന് ആക്കിയിട്ടോ. അതൊരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. കായലിൻ്റെ നടുക്കേക്ക് ഒരു വരമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ നടന്നു പോയിട്ട് ഉള്ളിലൊരു ചെറിയ ഷെഡ് ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ കണ്ടു. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ വേസ്റ്റിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളവും ഫുഡും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ചെമ്പിൻ്റെ ദമ്മ് പൊട്ടിച്ചു. തലേന്ന് ദിവസം തലേന്ന് ഒരു 12-1 മണിയൊക്കെ ദമ്മിട്ട് പോയതാണ്. എന്തായാലും ഫുൾ വേവിലല്ല പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായി. കാരണം ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫുഡ് കൊണ്ടുപോകുക. കാരണം ചെമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റാക്കുക. കാരണം ഞങ്ങൾ മാക്സിമം പുറത്തത്തെ ഫുഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇന്ന് രാവിലെ കഴിച്ചത് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഫുഡായിരുന്നു. അവന് കാറ്ററിംഗ് സർവീസാണ് ആലപ്പുഴയിൽ. അപ്പോൾ അത് രാവിലെ അവിടെ നിന്ന് എടുത്തു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ കുറേ പുളിയും അതൊക്കെ ബദാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത നല്ല കാറ്റായിരുന്നു. നല്ല ഇളം വെയിലും ഉണ്ട്, അടിപൊളി കാറ്റുമായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ കാറ്റാണ് പ്രത്യേകത, നല്ല കാറ്റ്. അപ്പം ഇവിടെ കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നാലും ഉറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. കാരണം നല്ല സുഖമാണ് കിടക്കാൻ.
അങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ വലിയ വെയിലൊന്നുമില്ല. ഈ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല തണലായിരുന്നു. നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഞങ്ങളിങ്ങനെ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മീൻ കൊത്താൻ വന്നു. അവിടെ ഞങ്ങൾ വീശുവലൊക്കെ കൊണ്ടുപോയി മീൻ പിടിക്കണം എന്നൊക്കെ കരുതി. പക്ഷേ ആ പ്ലാനൊക്കെ കൊളായി. ആ ബസ് നേരം വൈകിയതാണ് പണി പാളിയത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോണവരെല്ലാവരും പാട്ടുകളൊക്കെ പാടി അടിപൊളിയാക്കിയിട്ടോ. പാട്ടൊക്കെ എല്ലാവരും പാടുന്നുണ്ട്. ഞാൻ വെച്ച് എല്ലാവരും പാടി. നാണിയൊക്കെ പാട്ട് പാടുന്നുണ്ട്. നാണിൻ്റെ പാട്ടൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത പാട്ടുകളായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു ട്രിപ്പ് ഇവരൊക്കെ കൂടി അടിച്ച് പൊളിച്ചിട്ടോ. കാരണം ഒരു രക്ഷയില്ല കേട്ടോ പറയാനേ. കാരണം നമ്മളൊക്കെ എന്താ പറയുന്നത്, കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആസ്വദിച്ച് ആ പാട്ടിനൊത്ത് താളം വെച്ചിട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ സ്ഥിരം പണ്ട് പോയിരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ചീനവല കാണുന്നിടത്ത് പോയി. അവിടെയൊക്കെ മീൻ പിടുത്തക്കാരൊന്നുമില്ല, ജസ്റ്റ് വലയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ 2-3 കപ്പലൊക്കെ പോകുന്നുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ വൃത്തിയായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ പോകുമ്പോൾ ഇവിടുത്തെ വെള്ളം ഭയങ്കര സ്മെല്ലുണ്ടാവില്ലേ. ഇത്തവണ പോയപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, നല്ല ക്ലീൻ ആയിരുന്നു. അങ്ങനെ ഒരു മീൻ പിടുത്തത്തിൻ്റെ ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കരുതിയാലും മീൻ ഉണ്ടാവും കരുതിയിട്ട് പോയി നോക്കിയതാണ്. അപ്പം മീനില്ല. അവർ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പമ്പിൻ്റെ അവിടെ വന്നതാണ്. ഇതാണ് കപ്പലിലും ബോട്ടിലൊക്കെ ഡീസൽ അടിക്കുന്ന സ്ഥലം. കപ്പലിലല്ല, ബോട്ടിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം വടാപ്പാവ് കൊടുക്കുന്നുണ്ട്. കുറേ കാലമായി വീട്ടുകാർ പറയുന്നത് വടാപ്പാവ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ വടാപ്പാവ് അവിടെ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വടാപ്പാവ് കഴിച്ചു. പക്ഷെ ആ പറയാവുന്ന അത്ര പവറൊന്നും ഇല്ലായിരുന്നു വടാപ്പാവ്. ജസ്റ്റ് ഒരു സംഭവം അത്രേ ഉള്ളൂ. അപ്പം അതിനകത്തേക്ക് പുള്ളി എന്തൊക്കെ സംഭവം മിക്സ് ചെയ്ത് കറിയൊക്കെ ഒഴിച്ചിട്ടാണ് തന്നത്. പക്ഷെ അതിൻ്റെ സൈഡ് ഡിഷൊന്നും അത്ര പോരായിരുന്നു. എന്നാലും കഴിച്ചു. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ, ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കഴിക്കലാണല്ലോ ഒരു സന്തോഷം എന്നുള്ളത്. കാരണം നമ്മൾ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നതിന് മാറി നമ്മളെല്ലാ ടേസ്റ്റിലുള്ള ഫുഡുകളും കഴിക്കുക എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2 വിദേശി വനിതകൾ അവിടെ വന്നിട്ടോ. അവർ സംസാരം അടിപൊളിയായിരുന്നു. അവർക്ക് സമൂസ വേണം. അപ്പോൾ ഈ സമൂസ എന്ന് പറഞ്ഞത് ഈ കടക്കാരന് മനസ്സിലായിട്ടില്ല. അവർ സമൂസ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ പോയി ചൂണ്ടി കാണിച്ചു പിന്നെ അതാന്നുള്ളത്. അവർ സമൂസയൊക്കെ വാങ്ങി 500 രൂപ കൊടുത്തു. അപ്പോൾ ചില്ലറല്ലായിരുന്നു, അവർക്കാണ് ഗൂഗിൾ പേ ഇല്ല. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജപ്പാൻകാരനെ കണ്ടു കേട്ടോ. അയാളുടെ ഗേൾ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അവരവിടെ ഒരു ഈ പോത്തിൻ്റെ ഒക്കെ കൊമ്പിൽ നിന്ന് ഈ നമ്മളെ ഫാൻ പിടിക്കുന്ന അങ്ങനത്തെ ചീപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചേട്ടനുണ്ട്. പുള്ളിക്കാരന് അവരെ ഫോണിലൊരു ഡിസൈൻ കൊടുത്തിട്ടൊരു മീനിൻ്റെ ഡിസൈൻ കേട്ടോ. അതേപോലെ പുള്ളിക്കാരനെ കൊണ്ട് അവിടെ ഇരുന്ന് അവർ റൗണ്ട് ചെയ്ത് കൊത്തി അതുമ്മ കുറേ എന്തൊക്കെ എഴുതിയിട്ട് അവരുടെ ഭാഷയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ടൈം ആ പ്രിന്റ് ചെയ്യാണ്. അപ്പം അടിപൊളിയായിട്ടോ സംഭവം. അവരവിടെ ഇരുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെല്ലം നടന്നു. കാരണം ഞങ്ങൾക്ക് മട്ടാഞ്ചേരി പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ മട്ടാഞ്ചേരിയിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ബോട്ട് സർവീസ് ഇല്ല, നിർത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നാലും ഇവിടുന്ന് ബോട്ട് സർവീസ് മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങളിന്ന് മറൈൻ ഡ്രൈവിൻ്റെ അടുക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ട് സർവീസ് സർക്കാർ ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ പോണ ഭാഗത്തുള്ള കടകൾ തന്നെ കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടോ. ഇത് പണ്ട് മമ്മൂട്ടിൻ്റെ ഒരു ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതിലുള്ള സീഗുൾ ബാറട്ടാണ് കാണുന്നത്. അങ്ങനെ പോയി കുറേ കുട്ടികൾ ടൂർ വന്നതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ കണ്ട് കൈയൊക്കെ തന്ന്, അവരൊക്കെ ഭയങ്കര ഹായൊക്കെ തന്ന പോയത്. ഇന്ന് പോകുന്ന ഭാഗത്ത് തന്നെ വേറൊരു വിദേശിനോടും കണ്ട് പുള്ളിനോട് ജസ്റ്റ് കുശലൊക്കെ ചോദിച്ചു, കേരളം അങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ അടിപൊളിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ കുറച്ച് ജാടുള്ള പോലെ തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ ടിക്കറ്റ് എടുത്തു. എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ബോട്ടിൽ യാത്ര അടിപൊളിയായിട്ടോ. ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമായിട്ടോ. 3 കൊല്ലം മുന്നുള്ള ബോട്ട് പറഞ്ഞാൽ ചെറിയ ബോട്ടായിരുന്നു, ഇത്ര സെറ്റപ്പ് അല്ലായിരുന്നു. ഇതിപ്പോൾ നല്ല സീറ്റിംഗ് ഒക്കെ ഭയങ്കര വലുപ്പമുണ്ട്. അതേപോലെ ഒരുപാട് പേർക്ക് ഇരിക്കുക, ഭയങ്കര വീതിയുണ്ട്. ബോട്ടിൻ്റെ സിസ്റ്റം തന്നെ മാറ്റമുണ്ട്. പിന്നെ ബോട്ടിൻ്റെ സ്രാങ്ക് അവരിരിക്കുന്ന ലൊക്കേഷൻ മാറ്റമുണ്ട്. അടിമുടി മാറിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ചാർജിന് ചെറിയൊരു മാറ്റമുണ്ട്. 6 രൂപയാണ് ഒരാൾക്ക്. എന്നാലും അടിപൊളി തന്നെയാണ്. നമുക്ക് ഈ ബോട്ടിൽ നേരെ മറൈൻ ഡ്രൈവിൽ പോയി ഇറങ്ങാം. ആ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ഈ കടലിലൂടെ യാത്ര ചെയ്യാം. വേറെ ബോട്ടുകൾ വരും, കപ്പൽ വരും. നമുക്ക് കപ്പൽ അവിടെ നമ്മളെ ചരക്കുകൾ ഇറക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാട്ടോ ഈ ബോട്ടിൽ പോയാൽ. അപ്പം ഇപ്പറും പലവട്ടം ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ മെട്രോ ട്രെയിനിലാണ് പോകണമെന്ന് വെച്ചപ്പോൾ ആണെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പറും
റിച്ചും സോനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. റിച്ചുവിൻ്റെ ഒക്കെ കൂട്ടുകാരാണ് സോനു. അവരൊക്കെ പുറത്തേക്ക് തലയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർ അവിടെ നിന്ന് ഓടിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മറൈൻ ഡ്രൈവിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഇപ്പം തന്നെ ലോങ് ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് ചെയ്യുന്നില്ല, കാരണം കുറേ വീഡിയോസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ എത്തിയതിന് ശേഷം ഇത് കണ്ടോ, ഇത് അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് വെള്ളം വലിഞ്ഞു പോയിട്ടോ. ആകെ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ആയിരുന്നു, കാരണം ആ ചേറിൻ്റെ ഒക്കെ മണം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വല്ലാണ്ട് ഇരുന്നില്ല, ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോയി. ഞങ്ങൾ നേരെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ മെട്രോയിൽ കയറി അവിടുന്ന് ലുലുവിലേക്ക് പോയി. ലുലുവിൻ്റെ അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.